ഭാര്യ എന്ന് പറയുന്ന ഒരു വീടിന്റെ അടിസ്ഥാനപരമായ തൂണിന് ഏത് സമയത്ത് ചെതലരിക്കുന്നുവോ അന്ന് ആ വീട് തകർന്നിട്ടുണ്ടോ? കാരണം ഏറ്റവും ബലവത്തായ തൂൺ അത് ഭാര്യയാണ്. ഏത് ഭാര്യ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരു മനുഷ്യനൊരു പുരുഷൻ അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം തഖ്വല്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കലാ. ഈ ലോകത്തേക്ക് ഏത് സമയത്തും ഹറാമിലേക്ക് പിശാച് വലിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളിൽ പിശാചിന് വഴിപ്പെടാതെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഏതെങ്കിലും ഒരു പുരുഷൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വല്ലാഹ്. അത് അള്ളാഹുവിനെ തഖ്വ അനുസരിച്ച് ജീവിക്കലാ. തഖ്വ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അൽ മർഅത്തു സാലിഹാ, അവന്റെ സാലിഹത്തായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പുരുഷന് തഖ്വ കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ സാലിഹത്തായ ഭാര്യ. എപ്പോഴും പുരുഷൻ അവന്റെ വീടിന്റെ വെളിയിലാണ്. അവന് ജീവിതത്തിന്റെ രണ്ടറ്റത്തിനു വേണ്ടി വീടിന്റെ വെളിയിലോടുമ്പോ ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെ നെടുന്തൂണായി ബലമായി ആ ഭർത്താവിന്റെ മക്കളെ വളർത്തി കൊടുക്കുന്ന ഒരു ബലവത്തായ തൂണ് നമുക്ക് കിട്ടിയോ? അള്ളാഹു നമുക്ക് നൽകുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വിലമതിക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ റബ്ബിനത്ര സുജൂദ് ചെയ്താലും തീർക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ അനുഗ്രഹമേതാ? നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉത്ഥാനത്തിലും നമ്മുടെ പതനത്തിലും നമ്മുടെ ആകുലതയിലും നമ്മുടെ വ്യാകുലതയിലും ഏത് സമയത്തും നമ്മുടെ മക്കളെ വളർത്തിത്തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ സംഭാവന ചെയ്ത സമർപ്പണത്തിന്റെ ലോകത്തിലെ നിസ്തുലമായ മാതൃകയായ ഖദീജയെ പോലെ, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് കയ്യിലേൽപ്പിച്ചു കൊടുത്ത ഹാജറയെ പോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. ആരാണ് ഹാജറ? ഇവിടെ പാരാവാരം പോലെ പറന്നു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഈ വഅദ് കഴിയുമ്പോഴും ഈ വഅദ് പറയുമ്പോഴും അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉംറ കഴിഞ്ഞിട്ട് ഇന്നലെ മദീനയിൽ നിന്ന് പച്ചക്കുപ്പയിൽ സലാം പറഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് മഹാനായ ശൈഖ് ഹുദൈഫി. 80 വയസ്സായിട്ടും വാർദ്ധക്യത്തിന്റെ അവശതകൾ വകവെക്കാട് മദീന റൗളയുടെ മിമ്പറിൽ കയറി ഖുത്ബ ഓതി ബഹുമാനപ്പെട്ട ശൈഖ് ഹുദൈഫി. ആ ഹുദൈഫിയുടെ ഖുത്ബയിൽ പങ്കെടുത്തിട്ട് പച്ചക്കുപ്പയിലോട്ട് കടന്നു. എന്തോ ഒരു തിരക്കാണ് ഇവിടെ, എത്രയേറെ തിരക്കുകളാണ് ഇവിടെ. പാരാവാരം പോലെ ഹറം പതിഞ്ഞൊഴുകുന്നു. 10,000 ആളുകൾ സലാം പറയുന്നു. എന്റെ ഒരു മോളെയും എന്റെ കയ്യിലെടുത്ത് മക്കളെയും എടുത്ത് സലാം പറഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ സമയത്തിന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ചിത്രമേടെന്നറിയോ? നട്ടുച്ച നേരമാണ്, ജുമുഅ സമയം. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോ 2 മക്കൾ കയ്യിൽ തൂങ്ങി എന്റെ പൊന്നുമോൾ എന്റെ തോളത്തുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ബാബു സലാമിലൂടെ കിടന്ന് ബാബു ജിബ്രീലിലൂടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ അതാ പരിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ കുടകൾ ഇങ്ങനെ മിഴി തുറക്കുന്നു. നട്ടുച്ച നേരത്ത് തണലൊരുക്കി ഒരു കൊടയുടെ കീഴിൽ 800 പേർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടത്രേ. മുത്തുനബിയുടെ കൊട്ടാരമാണ്, സ്വർണത്തിന്റെ ശബളിമയാണ്. ആ കുട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ ആ സമയത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതേറെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട നെല്ലിപ്പറമ്പിൽ ഈ വേദകെ കാണെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി.
ആയിഷ ബീവിയുടെ വീട്ട് ലോകത്തിന്റെ നായകന്റെ ഭൗതിക ശരീരം കിടക്കുമ്പോ മദീന മുഴുവനും തേങ്ങിക്കരഞ്ഞുവത്രേ. മദീന മുഴുവനും നിർത്താതെ കരച്ചിലാണ്. അള്ളാന്റെ റസൂല് വിട പറഞ്ഞു പോയല്ലോ. ചെകുത്താന്റെ കണ്ണുമായി വന്ന് കൊല്ലാമെന്ന ഉമർ പോലും നിൽക്കാതെ കരഞ്ഞു പോയ മദീന. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് അന്ന് കരഞ്ഞതുപോലെ പിന്നെ മദീന ലോകചരിത്രത്തിലെ രണ്ടാമതൊരൊറ്റ പ്രാവശ്യമേ കരഞ്ഞിട്ടുള്ളൂ. വീടിനെ കുറിച്ച് പറയുന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയോ, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് അന്ന് കണ്ണുനീര് കൊണ്ട് പ്രവാഹം തീർത്ത മദീന. ആ മദീന പിന്നെ രണ്ടാമത് വാവിട്ട് നിലവിളിച്ചത് രണ്ടാമതൊരൊറ്റ സമയത്താണ്. അതേത് സമയത്തെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഫാത്തിമയുടെ വഫാത്തിനല്ല, ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടങ്ങളിൽ ഹബീബായ നബി തങ്ങളുടെ ആ പച്ചക്കുടകളിൽ നിന്നിരുന്ന കാലം അവിടെയായിരുന്നു കുറെ വീടുകൾ ഉണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നമുക്ക് കോൺക്രീറ്റ് സൗധങ്ങളുണ്ട്, നമുക്ക് സുന്ദരമായ വീടുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ വീടിന്റെ ഉള്ളിൽ കിടക്കുന്നവരോട് ഒരു രാത്രി പോലും സമാധാനമില്ലാതെ മക്കളെ കുറിച്ചോത്ത് കണ്ണുനീര്, ഭാര്യയെ കുറിച്ചോത്ത് കണ്ണുനീര്, കടമോത്തിട്ട് കണ്ണുനീര്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഹബീബായ നബി തങ്ങളെ റൗളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ആ സമയത്താണ് കണ്ടുപോയത്. പച്ചക്കുപ്പിയിരുന്ന് സലാം പറയണം, അകത്തൊന്ന് കയറി നിസ്കരിക്കണം എന്ന് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു സ്വർണത്തിന്റെ കളർ പൂശിയ തൂണുണ്ടത്രേ, അതിന്റെ മുകളിൽ വൈദ്യുത ബൾബുകൾ മിന്നിത്തിളങ്ങുന്നത്രേ, അതിന് സ്വർണത്തേക്കാൾ വെളിച്ചത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മിഹ്റാബു ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മിഹ്റാബ്, ഉസ്തുവാനത്തു ആയിഷ, ആയിഷയുടെ തൂണ് എടന്നറിയോ പെങ്ങള്? അവിടെയാണ് ആയിഷ ബീവി തഹജ്ജുദ് നിസ്കരിച്ചത്, അവിടെയാണ് ഫാത്തിമ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞത്, അവിടെയായിരുന്നു ആയിഷ ബീവിയുടെ വീടുണ്ടായിരുന്നത്. ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, പഴയകാല മദീനയായിരുന്നുവെങ്കിൽ ഈ കുടകൾ നിൽക്കുന്ന സ്ഥലത്താണ് കുറെ വീടുകൾ ഉണ്ടായിരുന്നത്. ഞാനൊരു വീടിനെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവി, അതിന്റെ വലതു ഭാഗത്ത് ഹിജറ 1-ാം വർഷം റസൂലുള്ള ഒരു വീട് വെച്ചു. അല്ല അല്ലാഹുവിന്റെ റസൂൽ ഒരു മുറി ഉണ്ടാക്കി, 8 മുഴം നീളം 10 മുഴം വീതിയുള്ള ഒരു മുറി. അത് ബഹുമാനപ്പെട്ട സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. 3-ാമത്തെ വർഷം തൊട്ടടുത്ത് വേറൊരു മുറി ഉണ്ടാക്കി. വീടല്ല പെങ്ങള്, ഇന്ന് നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, ഇന്ന് നമ്മുടെ വീട്ടിലെ സങ്കടങ്ങൾ മാത്രം. ആ ഒരു കൊച്ചു മുറിയിലാണ് സന്തോഷം മരതല്ലിയത്. ആ വീട് ആയിഷ ബീവിക്ക് കൊടുത്തു. ഇതര 4-ാം വർഷം അടുത്ത റൂം ചേർത്ത് പണിതു. അത് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. ഇങ്ങനെ കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിക്ക് ചുറ്റും ഓരോ റൂമുകൾ ഉണ്ടാക്കി. ലോകത്തിലെ ആദ്യത്തെ 1,00,000 വീട് കോളനി അത് മദീനത്തെ പള്ളിയുടെ ചുറ്റുമായിരുന്നു. ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? മദീന മുഴുവനും വാവിട്ട് നിലവിളിക്കുകയാണ്. എന്തിനാണ് നിലവിളിക്കുന്നതെന്നറിയോ? ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീടുകൾ പൊളിക്കാൻ പോവുകയാ. മദീനത്തെ പള്ളി വിപുലീകരിക്കാൻ പോകുന്നു, വീട് പൊളിക്കാൻ പോകുന്നു. മഹാനായ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ദുഃഖം കണ്ട മുറി വീടില്ല, വീടല്ല മങ്ങളെ, ഒരു കൊച്ചു റൂമാണ്. ആ റൂമിനെ കുറിച്ചാണ് ഖുർആനിലെ അധ്യായത്തിന് പേരിട്ടത് സൂറത്ത് ഹുജറാത്ത്. ഹുജർ എന്ന് പറഞ്ഞാൽ മുറി, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ. ആ റൂമിനാണ് മഹദിയായ സഫിയ റളിയല്ലാഹു തആല ഇരുന്നത്. അവിടെയാണ് ജീവിതത്തിന്റെ പട്ടിണി കണ്ടത്. ആ വീടത്ര നല്ല വീടായിരുന്നു. അവിടെയാണ് വീടിന്റെ നെടുന്തൂണുകൾ ഉണ്ടായിരുന്നത്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ അവിടുത്തെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹാ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തയ്ച്ചു കൊണ്ടിരിക്കുകയാണ്. കുനിഞ്ഞിരുന്നിട്ട് കുപ്പായം തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള എന്ന ഭർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് സലാത്തില്ലെങ്കിൽ ഇനി എന്നാണ് സലാത്ത് ഉണ്ടാവുക? റൂഹി
ഫിദാ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഈ സലാത്തുകൾ അറബിക്കടലിന്റെ അലമാലയും കടന്ന് മദീനത്തിന്റെ റൗളയുടെ പച്ചക്കുബ്ബയുടെ നാട്, കൊച്ച കുബ്ബയുടെ നാട് പ്രാവുകളിൽ ഏറ്റെടുത്തിട്ട് ഈ സലാം അടക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബ നൂറ മുജസ്സം യാ ഹബീബ നൂറ മുഅല്ലം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു അനുഭവമാണ് സഹോദരങ്ങളെ, മദീന ഒരു അനുഭൂതിയാണ്. ഇന്നലെ വെള്ളിയാടുത്ത ദിവസം ഹറമിന് വല്ലാത്ത തിരക്ക്. 9 മണിക്ക് ഹറമിന്റെ ഉള്ളിൽ കയറി. അള്ളാഹു വലിയൊരു അനുഗ്രഹം ചെയ്തതുപോലെ തിരക്കിന്റെ ഇടയിലും റൗളയുടെ തൊട്ട് പുറകിൽ തന്നെ സ്ഥലം കിട്ടി മക്കളോടൊത്ത് ഏതാണ്ട് 3.5 മണിക്കൂറോളം ചുമയെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഓരോ സമയത്തും ചിന്തിച്ചു പോയി, അള്ളാഹുവേ എവിടെയാണ് ഇരിക്കുന്നത്, ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. എന്റെ രണ്ടാമത്തെ മോൻ മെല്ലെ ഒന്ന് ശബ്ദമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, മോനെ മുത്ത് റസൂലിന്റെ മുമ്പിലാണ്. ലാ തർഫഉ അസ്വാതകും. നമ്മുടെ കൊച്ചു മക്കളൊന്ന് കരഞ്ഞാൽ ഹൃദയം പേടിക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് മുത്ത് റസൂലിന്റെ റൗളയുടെ മുമ്പിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. മദീന ഒരു അനുരാഗമാണ്. എത്ര കണ്ടാലും തീരാത്ത കാമുകിയാണ് മദീന, എത്ര പറഞ്ഞാലും തീരാത്ത അനുഭൂതിയാണ് മദീന. അല്ലാഹുവേ മദീനയിൽ എത്തിക്കണേ അല്ലാ. സത്യം പറഞ്ഞാൽ കഅബയോട് വിട പറയാൻ എമ്പടല്ല ദുഃഖം, മദീനയോട് വിട പറയുമ്പോഴാണ് ദുഃഖം. പോകട്ടെ റസൂലേ, ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല. അവിടെ ഇരിക്കുമ്പോ അല്ലാഹുവേ ഇവിടെയാണല്ലോ നടന്നത്. ഞാൻ എന്റെ കൂടെ വന്ന 450ഓളം ഹിന്ദ് ട്രാവൽസിന്റെ 450ഓളം ഹാജിമാരുണ്ട്. അവരോട് ക്ലാസ് എടുക്കുമ്പോ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ഈ പള്ളിയിൽ നിന്നാണ് മുത്ത് റസൂല് വീട്ടിലേക്ക് വന്നത്. ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഒരൽപ്പം ഈത്തപ്പഴം മേടിക്കാൻ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം കുനിഞ്ഞിരുന്ന് തുന്നുകയാണ്. ഭർത്താവായ റസൂലുള്ള വന്നതറിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭക്ഷണത്തിന് വഴി തേടിയിട്ട് കുപ്പായം തുന്നുന്നത് നോക്കി നിന്നു. കുറെ നേരം നോക്കി നിന്നു. സഫിയ റളിയല്ലാഹു തആല അറിയുന്നില്ല. അവസാനം വിളിച്ചു, സഫിയ. ഞെട്ടിത്തെറിച്ചു നോക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ട്. എന്തേ നബിയേ? 2 കണ്ണുകൾ മുഖത്തോട് മുഖം നോക്കി. സഫിയ ബീവിക്ക് ജാള്യതയായി. താൻ കുപ്പായം കൂലിക്ക് തുന്നുന്നത് ഭർത്താവ് കണ്ടല്ലോ. ഭർത്താവെ അറിയിച്ചിട്ടില്ല, ദാരിദ്ര്യം അറിയിച്ചിട്ടില്ല ഇതേവരെ. കാരണം ഭർത്താവിന്റെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വേണ്ട. തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ര സഫിയ, ആ കാണുന്ന ഉഹദ് പർവ്വതം കണ്ടോ സഫിയ? സഫിയ ബീവി ചോദിച്ചു, എന്തേ നബിയേ? ഇന്നലെ വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആ പർവ്വതം സ്വർണ്ണമാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഈ ദാരിദ്ര്യം ഞാൻ തിരഞ്ഞെടുത്തതാണ് സഫിയ റളിയല്ലാഹു തആല അൻഹാ. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി. എങ്ങും തൊടാതെ ഒരു കാര്യം പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈവിരലിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ അതിനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ മുത്ത്. ചിന്തിക്ക് പെണ്ണുങ്ങളെ, ഒരു വീടല്ല 8 മുഴം നീളവും 10 മുഴം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ ചൊട്ടപ്പുര പോലെ ചോർന്നൊലിക്കുന്ന ആ വീടിന്റെ ഉള്ളിൽ ബലം കൊടുക്കുന്നൊരു തൂണുണ്ടായിരുന്നു. അതാണ് ബീവി സഫിയ. ഇനി നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. മദീനയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ മക്കയിലേക്ക് വെള്ള തുണിയും ധരിച്ചുകൊണ്ട് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് 10,000 ഹറമിന്റെ മത്താഫിലൂടെ കഅബാലയത്തിന് ചുറ്റും വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറഞ്ഞു വീഴുമ്പോ ആ ലബ്ബൈക്ക് കേട്ടിട്ട് കഅബാലയത്തിന്റെ മത്താഫിൽ കബറടക്കപ്പെട്ട ഒരു പെണ്ണുണ്ട്. ഏതാണ് ആ പെണ്ണ്? ആയിഷയല്ല, സഫിയയല്ല, ഫാത്തിമയല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ തൽബിയത്ത് കേട്ടിട്ട് ഹറമിന്റെ മത്താഫില് കബറടക്കം ചെയ്യപ്പെട്ടത് ഒരു കറുകരത്ത കറുമ്പി പെണ്ണ് ബീബി ഹാജറ.
ഹാജറ റളിയല്ലാഹു അൻഹാ, ഹാജറക്ക് അല്ലാഹു കഅബാലയത്തിന്റെ മത്താഫിലെ ഖബറടക്കാൻ ഭാഗ്യം കൊടുക്കാൻ കാരണമേടാ, അത് ഹാജർ ചെയ്ത ഹജ്ജിന്റെ എണ്ണത്തിലല്ല, ഹാജർ ചെയ്ത സിയാറത്തിന്റെ എണ്ണത്തിലല്ല, ഹാജർ ചെയ്ത നിസ്കാരത്തിന്റെ എണ്ണത്തിലല്ല. കൈക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് ഫലസ്തീനിലേക്ക് പോയപ്പോ 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ഭർത്താവിന്റെ കയ്യിൽ കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് അറുക്കട്ട മോനെ എന്ന് ചോദിച്ചപ്പോ അറുത്തോ ഉപ്പാന്ന് മറുപടി പറയുന്ന ഇസ്മായിൽ എന്ന മോനെ ഇബ്രാഹിം എന്ന ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത ത്യാഗത്തിന് പകരമായിട്ടാണ് കഅബാലയത്തിന്റെ മത്താഫിൽ അവസരം കൊടുത്തത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല പെങ്ങള്, ലോകത്ത് നിന്ന് കടന്നു വരുന്ന പേക്കുത്തുകളെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴല്ല, ഇബ്രാഹിമിന്റെ ഹാദറയാവാൻ, മുത്തുനബിയുടെ ഖദീജയാവാൻ, അലിയുടെ ഫാത്തിമയാവാൻ ഏതൊരു പെണ്ണിന് കഴിയുന്നുവോ ആ പെണ്ണാണ് ഒരു ജീവിതത്തിന്റെ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിമിൻ ഹാജറ ബീവിക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്ത നിസ്കാരത്തിന്റെ എണ്ണത്തിലല്ല, ഒരു മകനെ ഇസ്മായിലിനെ സമർപ്പിച്ച ത്യാഗത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലാണ്, 3 വർഷം കഴിഞ്ഞ് വരുമ്പോ ഒരു നല്ല മോനെ ഭർത്താവിന്റെ മുമ്പിൽ തർബിയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു ത്യാഗത്തിനാണ് അള്ളാഹു ദീനിൽ പ്രതിഫലം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരോട്, പെണ്ണുങ്ങളാണ് വീടിന്റെ തൂണ്, അതുകൊണ്ട് പെണ്ണുങ്ങളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നു മുതൽ പകർത്തണം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? വീടുമായി ബന്ധപ്പെട്ട 5ാമത്തെ കാര്യം, ഞാൻ 3 കാര്യം കൂടെ പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ പറയുന്നത് ആണിനോടും പെണ്ണിനോടും ഒറ്റ ഹദീസ് ഇന്ന് ഇവിടെ വെച്ച് ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഇത് ഓരോ ആണും ഓരോ പെണ്ണും ഈ സദസ്സിൽ നിന്ന് കൊളുത്തിക്കൊണ്ട് പോകേണ്ട ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു മാറ്ററാണ്. ഇതൊരു എസൻസ് ആണ്. ചില ചെയ്യൂലേ പറഞ്ഞ ഒന്നുറക്കെ പറ മനുഷ്യന്മാർ, എത്ര ആളായി നമ്മൾ കണ്ടിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. കാണാത്തോണ്ടല്ല, ഞാൻ മനഃപൂർവ്വം ഈ ഭാഗത്തൊക്കെ പ്രസംഗം ഒന്നും എല്ലാം ഒഴിഞ്ഞു മാറിയിരിക്കണം. ഞാൻ പയ്യെ പ്രസംഗം ഞാൻ കുറയ്ക്കുകയാണ്. അടുത്ത വർഷം ഇതിലും കുറയ്ക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ അടുത്ത വർഷം ഇനിയും കുറയ്ക്കും, കുറച്ച് നല്ല നിർത്തും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഈ പ്രസംഗത്തിന്റെ സാമ്പിൾ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെ മദീനയുടെ റൗളയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ, ഞാൻ 2 മക്കളുണ്ട്, മദീന റൗളയുടെ നേരെ ഓപ്പോസിറ്റ്, പച്ചക്കുബയുടെ നേരെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക റോഡിൽ. ഞാൻ അവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്ന ആളുകൾ നോക്കുന്നുണ്ട്, ഇതിപ്പോൾ ഏതാ പടപ്പ്. ഞാൻ തൊപ്പിയൊക്കെ ഊരി ഇല്ല മുട്ടത്തലയൊക്കെ അടിച്ച്, ഇനി അവിടെയും ബാക്കവി എന്ന് പറഞ്ഞാൽ ഉള്ള ഫോട്ടോ എടുപ്പും ദൂരം എടുപ്പിടും. ഫോട്ടോ റൗലയിലോട്ട് തിരിഞ്ഞ് ഫോട്ടോ, അങ്ങോട്ട് ഫോട്ടോ, ഇങ്ങോട്ട്. അവിടെ ഞാൻ തൊപ്പിയൊക്കെ ഊരി, എന്നെ ഒന്നും മനസ്സിലായി. അങ്ങനെ ഞാൻ മക്കളുമായിട്ടിരിക്കുകയാണ്. ഭാര്യ അപ്പുറത്ത് നിസ്കരിക്കാൻ പോയിരിക്കുക, അവൾ തിരിച്ചു വരാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും അവിടെ ഇരുന്നപ്പോ കുറേ കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ വന്ന് കുറേ നേരം കൊണ്ട് വട്ടം വിട്ട് പറക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, വാക്കവിയല്ലേ? ഞാൻ പറഞ്ഞാത്തെ ആ ഉസ്താദ്. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എത്രയോ നാളുകൊണ്ടൊരു വിവരം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പരപ്പനങ്ങാടിക്കാരനാണ്, 24 വർഷമായി സൗദി അറേബ്യയിൽ ജോലി. കടങ്ങളല്ലാതെ മറ്റൊന്നുമില്ല, വല്ലാടെ കടങ്ങളാണ്. കടം വന്ന തലയിൽ മൂടി. അങ്ങനെ നാട്ടിൽ വന്നപ്പോ നിത്താക്കാത്തിന്റെ പ്രശ്നവും വന്നു. നാട്ടിൽ വന്നപ്പോ കടംകാരന് നിത്താക്കാത്താണ്. തിരിച്ചു പോയാല് ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ അവധിക്ക് വന്നപ്പോഴാണ് നിത്താക്കാത്തിന്റെ പ്രശ്നം ഉറപ്പില്ല. അങ്ങനെ ഞാൻ കടം തലയിൽ കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ എന്റെ നാട്ടിൽ വാതിന് വന്നത്. വാതിന് നടന്നു. അവസാനം വാതിന്റെ ഇടയിൽ ബക്കറ്റ് പിരിവ് വന്നപ്പോ നിങ്ങൾ പറഞ്ഞു, മനസ്സിലൊരു വലിയ ആഗ്രഹം വെച്ചിട്ട് ആ ബക്കറ്റിൽ പൈസ ഇട്ടോ. ഇത് ഞാൻ പറയണ ഈ ബക്കറ്റ് പൈസ ഇടല്ല, വല്ലാഹി സുമ്മ വല്ലാഹി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാ മതി, ഇല്ല ഇടണ്ട. ഞാൻ വല്ലാഹ് പറഞ്ഞ, ഞാൻ റൗളയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ കേട്ട സമ്പാദം എവിടെ പറഞ്ഞു എന്ന് മാത്രം.
അങ്ങനെ ഉസ്താദ് പറഞ്ഞു ബക്കറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് പൈസ ഇട്ടു. ഞാനിവിടെ മനസ്സിലൊരു സംഖ്യ എടുത്തു. ബക്കറ്റ് വന്നപ്പോ തീരുമാനിച്ച അല്ലാഹുവേ എന്റെ കടങ്ങൾ തീരണം, തീരാനൊരു വഴി ഉണ്ടാവണം. തിരിച്ചു പോകുമ്പോ നിത്താക്കാത്തൊരു ജോലി നഷ്ടപ്പെട്ടാൽ എന്റെ മോളെ കെട്ടിച്ചിട്ടില്ല. ഏതാണ്ട് 20 ലക്ഷത്തോളം കടങ്ങളുണ്ട്, വീടിയിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ ഉസ്താദ് പറഞ്ഞു മനസ്സിലൊരു നിയ്യത്ത് വെച്ചോ, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഞാനൊരാ സംഖ്യ ബക്കറ്റിലിട്ടു. അദ്ദേഹം പറയുന്നു ഈ സംഭവം നടക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അവിടെ നിന്ന് കയറി നാട്ടിൽ വന്നപ്പോ നിത്താക്കാത്തായി, ജോലി പോകുന്ന അവസ്ഥയായി. ആ ഒരവസ്ഥയിലാണ് ഞാൻ എന്റെ കഫീലിന്റെ അടുക്കൽ പോയപ്പോ അദ്ദേഹം ഒരു മരുന്ന് കമ്പനിയിലേക്ക് എനിക്ക് മാറ്റി തരുന്നത്. ഞാൻ അവിടെ പോയി. ഇന്ന് ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഉസ്താദേ 1.5 വർഷം കൊണ്ട് എന്റെ സർവ്വ കടങ്ങളും തീർന്നു. ഇപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണവും കഴിഞ്ഞു. എല്ലാ പ്രാരാബ്ദവും ഒഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഉംറക്ക് വന്നതാണ്. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അന്ന് ബക്കറ്റ് പിരിവ് നടന്നപ്പോ മനസ്സിലൊരു സന്തോഷം, ഒരാഗ്രഹം വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അള്ളാഹു അത് സാധിപ്പിച്ചെന്ന് ഇന്നലെ റൗളയുടെ പച്ചക്കുപ്പയുടെ മുമ്പിൽ നിന്ന് ഞാനിത് വെറുതെ പറയില്ലല്ലോ. ഈമാൻ ഉണ്ടെങ്കിൽ ഒരുത്തൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുപ്പയുടെ മുമ്പിൽ ഒരു പച്ചക്കള്ളം പറയില്ലല്ലോ. അത് പറഞ്ഞപ്പോ മനസ്സിന് രോമാഞ്ചമുണ്ടായി പോയി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോഴും ഒരു പേപ്പർ വന്നു ഉസ്താദേ, വെട്ടത്തൂർ വന്നപ്പോ 17 വർഷമായി മക്കളില്ല. വെട്ടത്തൂര സദസ്സിൽ 6666 ഉസ്താദ് പറഞ്ഞപ്പോ നേർച്ചയാക്കിയതാണ്. ഇപ്പൊ കുഞ്ഞായി. ആ കുഞ്ഞിനെയും കൊണ്ടൊരു പൈസ എന്റെ കയ്യിൽ കൊണ്ടുവന്നു. 17 വർഷമായി മക്കളില്ല. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മംബഉൽ ഉലൂം മദ്രസയുടെ 50ാം വാർഷികം ഇൻഷാ അല്ലാഹ് ഇതേപോലെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് മനസ്സിൽ നിയ്യത്ത് വെക്കേണ്ടത്. അതുകൊണ്ടൊരു വലിയ പിരിവിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല. സമയം വളരെയേറെ വൈകുകയും ചെയ്തു. ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, അനുഭവത്തിനാണ്. ഇന്നലെ ഞാൻ മദീനയിൽ വെച്ചെന്നോട് പറഞ്ഞ സംഭവം. അതൊരു ഈമാനുള്ള ഒരു കള്ളം പറയൂലല്ലോ. അതുകൊണ്ട് പിരിവിന് വേണ്ടി ഇപ്പൊ എനിക്ക് വിഷയം പറയാൻ പറ്റൂല. വിഷയം പറയുകയും ചെയ്യണം. നമ്മുടെ മക്കൾ ഇസ്മായിൽ ആവണ്ടേ, നമ്മുടെ പെൺമക്കള് ഫാത്തിമയാവണ്ടേ. ഈ ഹദീസ് പഠിച്ചോ. ആരോടാ ഇത് പറയുന്നത്? ആരോടാ ഇത് പറയുന്നത്? സ്വന്തം പിതാവിനെയും സ്വന്തം മാതാവിനെയും മഴുകൊണ്ട് പുറകിൽ നിന്ന് തലയുടെ പുറകില് വെട്ടിത്താടയിട്ട് ആ മാതാപിതാക്കളുടെ ശരീരം കത്തിക്കരിച്ച് ചമ്പലാക്കി അഴിഞ്ഞു വീടുന്ന ശരീരത്തിന്റെ രൂക്ഷഗന്ധം ഉയരുമ്പോ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും അഴിഞ്ഞു പുടിഞ്ഞു നാറിയ മാംസ ശരീരത്തിന്റെ മുമ്പിലിരുന്ന് 2 ദിവസം ഭക്ഷണം കഴിച്ചു അത്രേ തിരുവനന്തപുരത്തൊരു ചെറുപ്പക്കാരൻ. എന്തിനാ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും കൊന്നത്? ആത്മാവിന്. പറ, ആത്മാവിന്. നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങനെ ചട്ടിപ്പത്തിൽ നിന്നിട്ട് നടന്നാൽ മതി, ഇതൊന്നും അറിഞ്ഞില്ല. മക്കളെ പഠിച്ചോളി. നമ്മുടെ വീട്ടിലേക്ക് ഇത് കയറി വരികയാണ്. ഞാനൊരു വിഷയത്തിന്റെ പേര് തന്നെ കൊടുക്കാത്തൊരു ആനുകാലിക വിഷയം പറയാനാണ്. പിശാചിനെ സേവിച്ചത്ര പൈശാചിക സേവ. അതിന് ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തും കോഴിക്കോടുമാണ്. പിശാചിനെ സേവിക്കുന്നവർ, പിശാചിന് ആരാധന നടത്തുന്നവർ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടും എറണാകുളത്തുമാണ്. സൂറത്ത് യാസീൻ അല്ലാഹ് പറയാണ്, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, പിശാചിന് സേവ നടത്തരുത്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ മകൻ അവിടെ പോയി പഠിച്ചത് പിശാചിന്റെ സേവ. ചൈനയിൽ പഠിക്കാൻ പോയ മകള് പഠിച്ചത് പിശാചിന്റെ സേവ. സഹോദരനും സഹോദരിയും മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുണ്ടായിരുന്നത്ര ഒരു വീട്ടിൽ. ആ വീടെവിടെയാ? ആ വീടെവിടെയാ? ആനമുടിയിലല്ല, പൊന്മുടിയിലല്ല. ആ വീട് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ തൊട്ടടുത്ത്. ആ വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ആണും പെണ്ണും തമ്മിൽ, പെങ്ങളും സഹോദരനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. ഇതാണ് ഞാൻ വീട് പറയാനുള്ള കാരണം. നമ്മുടെ വീടുകളിൽ പിശാചുക്കളുണ്ട്. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടണം. നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരിറക്കി വിടണം? പിശാചിനെ. ആണുങ്ങൾ നീ തിന്നി അവളെ ഇറക്കി വിട്ടിട്ടേ ഉള്ളു കാര്യം. നമ്മൾ പിശാചെന്ന് വിളിക്കണ അവളെയാണ്, അല്ല. കേട്ടോളീ. അതുകൊണ്ട് നമ്മുടെ വീടുകൾ പിശാച് മുക്തമാകണം. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഓരോ വീട്ടുകാരോടില്ല തജ്അലൂ ബുയൂതകും മഖാബിറ,
നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാൻ പോലെയാക്കരുത്, പള്ളിക്കാടുകളെ പോലെ നിങ്ങളുടെ വീടുകളാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പള്ളിക്കാട്ടിൽ പോയാൽ ഏത് സമയത്തും നിശബ്ദതയാണ്, അവിടെ കിടന്നുറങ്ങുന്ന മൃതശരീരങ്ങളാണ്. മൃതശരീരങ്ങൾ കിടന്നുറങ്ങിയിട്ട് നിശബ്ദമാകുന്ന പള്ളിക്കാട് പോലെ നിങ്ങളുടെ വീടുകളാവരുത്. ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളെ പോലെയാക്കരുത്. നിങ്ങളുടെ വീടുകളെ ശബ്ദമയാനമാവണം. എന്ത് ശബ്ദമാണ്? സിനിമയുടെ ശബ്ദമല്ല. നമ്മുടെ കൊച്ചു വീട്ടിൽ നിന്ന് സിനിമയുടെ ശബ്ദമല്ല, സീരിയലിന്റെ ശബ്ദമല്ല, അമ്മായിയമ്മയും മകനും തമ്മിലുള്ള ശബ്ദകോലാഹലമല്ല. നിങ്ങളുടെ വീടുകളിൽ ഖുർആന്റെ ശബ്ദമുണ്ടാകട്ടെ. ഫഇന്ന ശൈത്താന യുൻഫിറു ഫീ ബൈതിൻ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ഏത് വീട്ടിൽ സ്ഥിരമായി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നുവോ, ഏത് വീട്ടിലാണോ സ്ഥിരമായി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നത്, അവിടെ നിന്ന് പിശാച് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, ഭർത്താവ് എപ്പോഴും വീടിന് വെളിയിലാണ്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏത് സമയത്തും നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബഖറ പാരായണം ചെയ്യണം. സഹോദരങ്ങളും വീടിനെ കുറിച്ച് പറയാറുണ്ട്. വീട്ടിൽ കയറിയാൽ ഏത് സമയത്തും രോഗമാണ്. ഒരാൾക്ക് മാറിയാൽ മറ്റൊരാൾക്ക്, അയാൾക്ക് മാറിയാൽ അടുത്ത ആൾക്ക്. ഏത് കച്ചവടം ചെയ്താലും തകർച്ചയാണ്. എന്ത് ചെയ്താലും വീട്ടിൽ ബറക്കത്തില്ല ഉസ്താദ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു വത്രേ, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയെ. ഒരു രോഗം മാറിയാൽ അടുത്ത ആൾക്ക് രോഗം, ഉമ്മക്ക് മാറിയാലും മക്കൾക്ക്, മകന് മാറിയാലും മകൾക്ക്, ഇങ്ങനെ രോഗം മാറി മാറി വരുന്ന നബിയെ. വീട്ടിൽ മുഴുവനും കച്ചവടത്തിലെ തകർച്ചയാണ് നബിയെ. ദാരിദ്ര്യം പിടിമുറുക്കുന്നു യാ റസൂലല്ലാഹ്. എന്റെ പ്രയാസങ്ങളൊന്ന് മാറാ അങ്ങനെക്കൊരു പോംവഴി പറഞ്ഞു തരണേ എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദ്യം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാവരും പറയും, ഉസ്താദേ വീട്ടിൽ ഒരു ബറക്കത്തില്ല, രോഗം മാറി അടുത്താക്ക് രോഗം, അടുത്താക്ക് മാറി അടുത്താർക്ക് രോഗം, ഏത് കച്ചവടം ചെയ്താലും നഷ്ടമാണ്. സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞതാ നബിയെ. എന്താ പോംവഴി? എന്താ പോംവഴി? കോഴിക്കോട്ടുള്ള ജിന്നുമ്മയുടെ അടുത്ത് പോവുക. ജിന്നുമ്മ മന്ത്രവാദം നടത്തിയിട്ട് തീ കത്തിച്ചാണ്, പെട്രോളിന്റെ ടിന്നി പിടിച്ചു, ആ പെണ്ണിന്റെ സാരിയുമേ കയറി അവള് മരിച്ചു. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ വാർത്ത? കോഴിക്കേടോ ഏതോ ഒരു 24 വയസ്സുകാരി പെണ്ണ് മന്ത്രവാദം നടത്തേണ്ടത്, അത്ര അവിടെ പോയി അവള് മന്ത്രം ഊതിയിട്ട് ഒറ്റ കത്തിയിരു തീ പെട്രോളിന്റെ ക്യാനില്. അതിൽ നിന്ന് ആ പെണ്ണിനെ തലയെ പിടിച്ച് അവള് മരിച്ചു. നല്ലയിടത്ത് പോവില്ല എന്നാൽ വേണ്ടാത്തടത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്യും. എന്താ ഒരു പോംവഴി? ഏത് കച്ചവടം ചെയ്താലും പറക്കത്തില്ല. രോഗമാണെങ്കിലും ഒരാൾക്ക് മാറി അടുത്താക്കും, ഒരാൾക്ക് മാറി അടുത്താക്കും. എന്താ ചെയ്യാ? ഞാൻ ഒരു പോംവഴി പറയാൻ നിങ്ങൾ ചെയ്യുവോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ ഉമാമ, നിന്റെ പ്രയാസം മാറണോ? നീ നിന്റെ വീട്ടിലോട്ട് കയറിയാൽ ഫസല്ലിം അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. നീ ഏത് സമയത്ത് വീട്ടിലോട്ട് കയറിയാലും പുരുഷന്മാരോട്, ആണുങ്ങൾ എന്നാട്ടേക്കോളും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ജോലി, നിങ്ങൾ സലാം പറയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭാര്യ മക്കളും പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഉപ്പാക്കുണ്ടാകട്ടെ. ഉപ്പ കയറി വന്നപ്പോ ഉപ്പ പറഞ്ഞു, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. രണ്ടുപേരും ദുആ ചെയ്തു. നീ കയറിയാൽ ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണേ, എന്നാൽ നിന്റെ സർവ്വ പ്രയാസവും മാറും. അബൂ ഉമാമ, ചെറിയ ചികിത്സ. കേറുമ്പോ സലാം പറയാ. ഗൃഹനാഥൻ കേറിയാൽ ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതാ സൂറത്തുൽ ഇഖ്ലാസ്. നുറക്കോത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്
ചെയ്യൻ സഹോദരങ്ങളെ, നാളെ മുതൽ പള്ളിയിൽ നിന്ന് പോയി ഫസല്ലിം അലാ അഹ്ലിക, നിന്റെ വീട്ടുകാരോട് സലാം പറയും. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി. മുട്ടുവേദന മാറാനുള്ള നിസ്കാരം വരെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇരിക്കുവോ? അങ്ങനെ അബൂ ഉമാമ അന്ന് മുതൽ വീട്ടിലോട്ട് കയറുമ്പോ സലാം പറയും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇനി ചികിത്സ കഴിഞ്ഞു, ഇനി രോഗിയല്ലേ അനുഭവം പറയണ്ടേ? മരുന്ന് കൊടുത്തു, പിന്നെ ഇനി ആരാ അനുഭവം പറയണ്ടേ? രോഗിയല്ലേ പറയണ്ടേ? നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അങ്ങനെയല്ലേ, ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, പിന്നെ അത് തിന്ന ആളാണ് അനുഭവം പറയാം അല്ലേ? ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ച മോതിരം കൊടുത്തു, അതിനെ അനുഭവസ്ഥം പറയട്ടെ. 10 വർഷം കൊണ്ട് എൻ്റെ തടി തീർന്നു, എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്യങ്ങൾ. എന്തൊരു അത്ഭുതമായിരിക്കുന്നു, എൻ്റെ തടി ഇപ്പോൾ 5 കിലോ കുറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നോട് ഇപ്പോൾ എപ്പോഴും മിണ്ടുന്നു എന്നൊക്കെ പറയണ മാതിരി. പിന്നെ അനുഭവസ്ഥനല്ലേ പറയേണ്ടത്? ചെയ്യു കുട്ടിയെ, അള്ളാടെ ദീനിനല്ലാതെ നിങ്ങൾ വേറൊരു റസൂലുള്ളാഹി പറഞ്ഞ ശിഫായിലല്ലാതെ നിങ്ങൾ വേറൊന്നിൽ തരികയാൽ നിങ്ങൾ പരാജിതരാവും. അതേ നമുക്ക് അള്ളു, വേറെ എന്തും പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ സ്വർഗം വേണോ, നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വേണോ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ അബൂ ഉമാമ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. എപ്പോഴും കയറി ചെന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ സലാം പറയും, എൻ്റെ മക്കൾ എനിക്കത് മടക്കി തരും. എന്നിട്ട് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. 6 മാസം കൊണ്ട് എൻ്റെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിൽ തന്നു. പിന്നീട് എൻ്റെ വീട്ടിൽ വല്ലാത്ത ഐശ്വര്യമായിരുന്നു, എൻ്റെ കച്ചവടത്തിലെല്ലാം ബറക്കത്തായി എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ പറയാതിരിക്കും ബാക്കവി ഒരു സലാം പറഞ്ഞാലും ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാലും മാറു സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ വീട്ടിലെ ഇബ്ലീസാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇബ്ലീസിനെ നമ്മൾ വെളിയിലാക്കണം. ഒരു സലാം പറഞ്ഞിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയ മാറുവോ ബാക്കവി? മാറും. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തതും നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും രോഗം വരുന്നതും വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട്. അപ്പൊ ഇബ്ലീസിനെ വെളിയിൽ ഇറക്കി വിട്ട വീട്ടിന്റെ ഉള്ളിൽ ബറക്കത്ത്. വീട്ടിന്റെ ഉള്ളിൽ ഇബ്ലീസിനെ ഇറക്കി വിടേണ്ട ജോലി പുരുഷന്മാരുടേതാണ്. 2 ജോലിയാണ്. നിങ്ങളുടെ വീടുകളെ മക്ബറയാക്കരുത്, അത് പെണ്ണുങ്ങളുടെ ജോലിയാണ്. അത് അവളുമാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ശൈഖുനാമാരായിട്ട് അടക്കാം, അവറുകളായിട്ട് അടക്കാം. ആണുങ്ങൾ അല്ല, 2 പേരും കൂടി വീട് നോക്കണം. വീട്ടിൽ നിന്ന് ഇബ്ലീസിനെ ഇറക്കി വിടേണ്ട ജോലി ആണുങ്ങളുടേതാണ്. എങ്ങനെ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ, ഞാൻ ഈ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, അവൻ ആ വീട്ടിലോട്ട് കയറുമ്പോ അല്ലാഹുവിന്റെ നാമം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഏതെങ്കിലും ഒരു ദിക്ർ പറഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് വീട്ടിലോട്ട് കയറി. വദക്കറല്ലാഹ ഇൻദ തആമിഹി, എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ, ഇന്ന് നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു. ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ്, പെണ്ണല്ല ആണ്, അവൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള പിശാചുക്കൾ വിളിച്ചു പറയുമത്രേ. ആ വീട്ടിലുള്ള പിശാചിന്റെ നേതാവ് തന്റെ കുട്ടി പിശാചുക്കളോട് വിളിച്ചു പറയും, പിശാചുക്കളെ ലാമബീതലക്കും വലാശാ, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല. ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോഴും ദിക്ർ പറഞ്ഞു, അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴും ദിക്ർ പറഞ്ഞു. അതുകൊണ്ട് നമുക്കിന്ന് കിടപ്പില്ല, ഭക്ഷണമില്ല, ഇറങ്ങിപ്പോകാൻ പിശാച് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വീടുകളെ നീ സന്തോഷമാക്കണേ അല്ലാ. തങ്ങളെ സീരിയലുകള് സിനിമകളുമായിട്ടല്ല, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിവസവും സൂറത്തുൽ ബഖറ ഓതണം. ആ ബഖറോടുന്നിടത്ത് പിശാചുണ്ടാവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ നേതൃത്വം മഹാനവറുകളെ തന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ചാരുകസേരയിൽ ചാരിയിരുന്ന് നൂറുകണക്കിന് ആളുകൾ ആവലാതിയും വിഹുലതയും വാപ്പയോട് പറയുമ്പോ പാതിരാത്ത് കിടഞ്ഞാലും വാപ്പയെ നിങ്ങൾക്ക് കിട്ടാറില്ല. വാപ്പയുടെ ചുറ്റും എപ്പോഴും ആശ്വാസത്തിന്റെ ചുടുനിശ്വാസങ്ങളാണ്. വാപ്പയെ ഞങ്ങൾക്ക് കിട്ടാറില്ല. രാത്രി ആയാലും വാപ്പ കൊടപ്പനക്കല വരാന്തയിലെ കസേരയിലാണ്, ചുറ്റുമാകും ഉറങ്ങാത്ത ആവലാതിക്കാറ്. എന്നാലും മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ സൂറത്ത് യാസീൻ ഓതാറ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല. പെങ്ങളെ, മക്കളെ റബ്ബ് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ടുവരണ്ടേ. പിശാചിന്റെ വടി പിന്തുടർന്നു പോയി ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മക്കൾ കാസർഗോഡ് അമ്മയ്ക്ക് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അമ്മയെ ഗർഭിണിയാക്കി ആ മക്കളുടെ കാലഘട്ടത്തിൽ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആത്മാവിന് ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട്ട്. മക്കളെ കിട്ടിയാൽ പോരെ മോളെ, ആ മക്കൾ ഇബ്രാഹിം ആകണം, ആ മക്കൾ ഇസ്മായിലാവണം, ആ മക്കള് നമുക്ക് നാളെ ഖബറിന്റെ ചാരത്ത് നിൽക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണേ. ഭർത്താവ് വെളിയിലാണ്, അവൻ കഷ്ടപ്പെടുകയാണ്, അവൻ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ, അവൻ കരിങ്കല്ലത്താണ് അങ്ങാടിയിൽ പീടുകയും തുറന്നിരുപ്പാണ്. പെങ്ങളെ, നീയാണ് വീട്ട്. അതുകൊണ്ട് മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത് ഒരു ഉമ്മക്കാണ്. യാസീനോടാടെ ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയമാകുമ്പോ നമ്മുടെ വീടുകളിൽ നെല്ലിപ്പറമ്പ് പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുകയാ. എന്തിനാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്? എന്തിനാ? ഒന്ന് അള്ളാന്റെ ബറക്കത്ത് വീട്ടിലിറങ്ങുന്ന സമയം, രണ്ടാമത് ഖബറിനെ ഓർക്കാനാണ് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, വെളിച്ചം എരിഞ്ഞണങ്ങിയല്ലോ റബ്ബേ, ഇരുട്ട് വരുന്നല്ലോ റബ്ബേ, മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങിയല്ലോ റബ്ബേ, ഖബറിൽ ഇതുപോലൊരു ഇരുട്ടിൽ ഞാൻ കിടക്കണമല്ലോ അല്ലാ. പെങ്ങളെ, മഗ്‌രിബിന്റെ ബാങ്ക് സീരിയൽ കാണാനുള്ള അടയാളമല്ല, സിനിമ നിർത്താനുള്ള അടയാളമല്ല, ഖബറിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമാണ്. വെളിച്ചം നീങ്ങിയല്ലോ റബ്ബേ, ഇരുട്ട് വന്നല്ലോ റബ്ബേ, നാളെ ഞാൻ ഇതേപോലൊരു ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ലാ. അതുകൊണ്ടാണ് മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതണം. സൂറത്തുൽ മുൽക്ക് ഓതിയാല് ഖബറിന്റെ ഇരുട്ടിലത് വെളിച്ചമാണെന്ന് മുത്ത് റസൂല് പറഞ്ഞത്. സമയമില്ലാതായല്ലോ പെങ്ങള്, പറയാൻ എനിക്ക് നിങ്ങളോടേറെയുണ്ട്. മദീനയിൽ നിന്ന് കിട്ടിയ ഊർജമാണിത്. അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങിയാൽ അത് ഭക്തിയുടെ സമയമാണ്. ആ സമയത്താണ് എല്ലാവരും ഭക്തിയുടെ സീരിയൽ, ഏഷ്യാനെറ്റിൽ സൂര്യയിലും ഭക്തിയുടെ സീരിയല്, ഹിന്ദുക്കളുടെ വീട്ടില് ഭക്തിയുടെ ഏറ്റവും വലിയ നാമജപം രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത, കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര. സന്ധ്യാബാങ്ക് മുടങ്ങുമ്പോ ഹിന്ദുവിന്റെ വീട്ടിൽ സന്ധ്യാനാമ ജപം, ഗായത്രി മന്ത്രം, ഓം ഭുർഭുവേശ്വരി എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം അനുഗ്രഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിമേ മുസ്ലിമേ, ഖബറിനെ ഓർക്കേണ്ട സമയം, അള്ളാഹുവിന്റെ അനുഗ്രഹം വരേണ്ട സമയം. മക്കളെ, നീ സിനിമ കാണിക്കരുത്. ഏത് സിനിമ? ഏത് സിനിമ? ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ, അമ്മയെ കയറി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് സിനിമ, കൊലക്കട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാൻ പഠിപ്പിച്ച സിനിമ, കള്ളം പറയാൻ പഠിപ്പിച്ച സിനിമ, അപ്പുറത്തെ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമ. ഈ സിനിമ നിന്നെ മക്കളെ കാണിച്ച് 2 മണിക്കൂർ നിന്നെ മക്കളെ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പൊന്നുമ്മ നിനക്കെന്താണ് കിട്ടിയത്? കഴിഞ്ഞ കാലങ്ങളിൽ മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുമ്പോ സ്പൈഡർമാന്റെ കഥ, സൂപ്പർമാന്റെ കഥ, എടി പൊന്നുമോള്, എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഈ
ജീവിക്കുന്ന ആളുകളുടെ ഉമ്മ, ഇവരുടെ ഉപ്പമാര്, വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും, അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നത് സ്പൈഡർമാന്റെ കഥയല്ല, സൂപ്പർമാന്റെ കഥയല്ല. തൊട്ടിലിരുത്തിയിട്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല. പിന്നെ ഏത് കഥയെന്നറിയോ? വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭ പുനനാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് തൊട്ടിലിട്ട് താരാട്ടുമ്പോ അള്ളാനെ കുറിച്ചിട്ട് മലിയാര് തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മാന്റെ മക്കളാണ്. ആ ഉമ്മ മരിച്ചപ്പോ കബറിൽ നിന്ന് കരഞ്ഞത്, ആ ഉമ്മക്ക് വേണ്ടി യാസീൻ ഓതിയത്. ഇന്ന് നിന്റെ മക്കളെ ഇരുത്തി സൂപ്പർമാനും സ്പൈഡർമാനും പഠിപ്പിച്ചപ്പോ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ അവര് ദുബൈയിലിരുന്നിട്ട് ലൈവായിട്ട് ഉമ്മാന്റെ മയ്യത്തടക്കുന്നത് കണ്ടുവത്രേ. ഉമ്മ മരിച്ചോ? വരാൻ സമയമില്ല, ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണിച്ചാ മതി. നാളെ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ മറന്നു വന്നാൽ നാളെ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്റെ മക്കളെ കിട്ടില്ലടി ഉമ്മ. അതുകൊണ്ട് മുനവ്വറലി തങ്ങൾ പറഞ്ഞതുപോലെ വാപ്പയ്ക്ക് തിരക്കാണ്. കൊടപ്പനൊക്കെ തറവാട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനവ്വറിനെയും ബഷീർ അലി തങ്ങളെയും ഒക്കെ തന്റെ കയ്യിൽ പിടിച്ചിട്ട് യാസീനോദി പഠിപ്പിച്ചു കൊടുത്ത കൊടപ്പനക്കരെ പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പാണക്കാട്ട് പള്ളിയുടെ പരിപ്പറമ്പിലാണ്. അതുകൊണ്ട് പെങ്ങളെ, ജീവിതം കളയാനുള്ളതല്ല. വീട്ടിൽ നമുക്ക് സമാധാനമുണ്ടാവണം, സന്തോഷമുണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ജീവിതമാണ്? ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ആഖിറത്തിലാണ് പോകുന്നത് മോളെ. ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കണം. വൈകുന്നേരം കയറി വരുമ്പോ സലാം പറയുന്ന ഭർത്താവ്, സലാം അടക്കുന്ന ഭാര്യ, സന്ധ്യക്ക് യാസീൻ ഓതുന്ന മക്കൾ, ഭക്ഷണം കഴിക്കുമ്പോ വാപ്പ മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ദുആ ചൊല്ലി. ആ വീട്ടിൽ പിശാചിന്നാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയണമെന്നുണ്ട്, ഒരിടത്തും ഈ വിഷയം എത്താതെ നിൽക്കുമ്പോ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇത്രയേറെ സമയം വൈകിയേറി കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇവിടെ നിൽക്കുന്ന സാധുക്കൾ, ഇരിക്കുന്ന സാധുക്കൾ, നിങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു തർത്തീബ് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല. ഞാൻ ഇവിടെ നിന്ന് കുറെ നാളുകളോളം മാറി നിന്നിരുന്നു. അത് പരിഭവം കൊണ്ടെല്ലാം മെല്ലെ ഒരു ഒളിച്ചുമാറ്റം. പലരും വന്ന് വാതിന് വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് വരുന്നില്ല. കുറെ നാള് കഴിഞ്ഞ് വന്നപ്പോ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ തന്ന് എന്റെ പഴയ മുഖങ്ങളോട് അള്ളാഹു നമ്മളെ നിലനിർത്തട്ടെ, അള്ളാഹു നിലനിർത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഒരാൾ രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോൾ എഴുന്നേറ്റു, അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്തു. എവിടെ നിന്ന് വുളു എടുത്തു? ഇതൊരു ജീവിത ക്രമമാണ്. എവിടെ നിന്ന് വീട്ടെടുത്ത്? വീട്ടിൽ നിന്ന് അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു. അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു, നേരെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കരിച്ചു. ആ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇശ്റാഖ് നിസ്കരിച്ചാൽ അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്തു പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹി നമസ്കരിച്ചു. അതേ സമയത്ത് അവന് ഒരു 20 മിനിറ്റോളം സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും തസ്ബീഹിലുമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഇശ്റാഖിന്റെ നിസ്കാരവും നിർവഹിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിന് താമ്മത്തിന് താമ്മത്തിന് താമ്മാ, പരിപൂർണമായ 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 ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
കേക്ക് സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഓരോ ഹജ്ജും ഉംറയും ചെയ്യാൻ, എല്ലാ ദിവസവും രാവിലെ ഒരു ഹജ്ജും ഉംറയും ചെയ്യുക. അതേപോലെ പെങ്ങളെ സുബഹിക്ക് എഴുന്നേറ്റ് വുളു എടുത്തു, നിസ്കാരം കഴിഞ്ഞ ഉടനെ ചായയിടാൻ അടുക്കളയിൽ പോയില്ല. ആ മുസല്ലയിൽ ഒരു 20 മിനിറ്റോളം എന്ന് ദിക്ർ ചെയ്ത് തസ്ബീഹ് ചെയ്തു. എന്നിട്ട് ഇശ്റാഖ് നിസ്കരിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിൻ തഅമ്മത്തിൻ തമാ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു അവൾക്ക് നൽകുമെന്ന്. വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുമോള്, വീട്ടിലിരുന്ന് ഉംറ ചെയ്യുമോള്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, മയ്യത്തുകളെ വെക്കുന്ന ശ്മശാന ഭൂമി പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുത്. എപ്പോഴും ഇബാദത്ത്. രാവിലെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന ദുആയിലാണ്. സുബഹിക്ക് പോയിട്ട് ഇശ്റാഖ് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വാപ്പ സുബഹി നിസ്കരിച്ചിട്ട് ഇശ്റാഖ് വരെ നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മ. ഭർത്താവ് ഇശ്റാഖ് കഴിഞ്ഞു വന്നു, ഭാര്യ ഇശ്റാഖ് കഴിഞ്ഞ് എഴുന്നേറ്റു, പോയി ചായ ഇട്ടു, മക്കളെ കുളിപ്പിച്ചു, അവരെ സ്കൂളിലേക്ക് വിട്ടു. ആ മക്കള് വീട്ടിൽ കാണുന്ന അന്തരീക്ഷം എവിടെയാണ്? എത്ര നല്ലതാണ്. ഉമ്മ ഇശ്റാഖ് വരെ, ഉപ്പ ഇശ്റാഖ് കഴിഞ്ഞ് പള്ളിയിലുണ്ട്. ഈ വീട്ടിലാണ് ഇസ്മായിൽ പറക്കുന്നത്, ഈ വീട്ടിലാണ് ഫാത്തിമ പറക്കുന്നത്. അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചു. പെങ്ങളെ, നിങ്ങളോടാണ് കബീർ ബാക്കവി എന്ന് കേട്ടാൽ വാല് കേൾക്കാൻ എത്രയോ 10,000 പെണ്ണുങ്ങൾ ഇന്നും ഇവിടെ വന്നപ്പോ ദുആ ചെയ്യാൻ 6,664 ഏറ്റവും വിശ്വാസമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വീട്ടിലെത്തിയപ്പോ അവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരിമാർ പെങ്ങളെ മക്കളെ കുളിപ്പിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, അവര് സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി. പിന്നെ നീ വീട്ടിൽ തനിച്ചായി. പെട്ടെന്ന് തന്നെ ഓടിച്ചാടി വീടൊക്കെ വൃത്തിയാക്കി, വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കി, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ച് നീ വീട്ടിൽ കയറണേ. എന്നിട്ട് ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് 4 റക്അത്ത് ളുഹാ കൂടി നിസ്കരിക്കണേ. 4 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ളുഹാ നിസ്കരിച്ച് കഴിയുമ്പോൾ ളുഹറിന്റെ ബാങ്കായി. നീ ളുഹാ മുടക്കരുത്. ആരുടെയെങ്കിലും വീട്ടിൽ നിത്യമായി ളുഹാ നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ആ വീട്ടിൽ പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു തർത്തീബാണ് മോളെ. ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയും. ഇശ്റാഖ് വരെ നിസ്കാരപ്പായിൽ, പിന്നെ വീട്ടിലെ ജോലിയിൽ. ളുഹായ്ക്ക് മുമ്പ് ലോറിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ചു കയറ്, ളുഹാ നിസ്കരിക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പെണ്ണുങ്ങൾക്കും മുട്ടിന് പ്രശ്നം. ഉംറയ്ക്ക് ഞാൻ ഇന്നലെ പോകുമ്പോൾ 450 പേരെന്റെ ഗ്രൂപ്പിലുണ്ട് ഫ്ലൈ ഹിന്ദ് ട്രാവൽസിൽ. അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. 30 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് മുട്ട് വയ്യ, എഴുന്നേക്കാൻ വയ്യ, സഫയിൽ ഓടാൻ വയ്യ. സഹോദരിമാരെ, മുട്ടിന്റെ വേദന മാറണോ സഹോദരങ്ങളെ? പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കണ്ടംകുളത്തിയുടെ മരുന്ന് മാത്രമല്ല, കോട്ടക്കലെ ലേഹ്യം മാത്രമല്ല, അള്ളാന്റെ റസൂല് പറയാ യുസ്ബിഹു കുല്ല സുലാമാ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് പകരമായൊരു സദക്ക കൊടുക്കണേ. സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഓരോ ജോയിന്റുകളും ഉപയോഗിക്കുമ്പോ സദക്ക കൊടുക്കാനില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് ശുക്രായിട്ട് നിങ്ങളെല്ലാം 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ആ ളുഹാ മതി സന്ധികൾക്ക് പകരമായി. അപ്പൊ സന്ധികളിൽ വേദനയുണ്ടോ, സന്ധികൾക്ക് നീരുണ്ടോ, അത് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ളുഹാ നിസ്കരിക്കുക, അല്ലാഹുവോട് ദുആ ചെയ്യുക. ളുഹറിന് തൊട്ട് മുമ്പ് ഒരു പെണ്ണ് നിസ്കാരപ്പായി ളുഹാ നിസ്കരിക്കുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയാണ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്റെ പൊന്നുമക്കൾ പഠിക്കാൻ പോയിരിക്കുകയാണ്, അവരെ വഴി തെറ്റിക്കല്ലേ അല്ലാഹ്, വഴി പിടപ്പിക്കല്ലേ അല്ലാഹ്. വഴി പിടക്കില്ല പെങ്ങള്, നിന്നെ മോള് വേറെ തന്റെ കൂടെ പോവില്ലടി മോളെ. കാരണം ദുആ ചെയ്യുന്നത് അവളുടെ ഉമ്മയാണ്. പെൺമക്കള് വഴി തെറ്റുന്നുവോ? ഉമ്മയുടെ ദുആ കുറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് അസാധ്യമാക്കുന്നത് സാധ്യമാക്കുന്നത്.
സാധ്യമാക്കുന്നത്. അഹമ്മദ് കബീർ ഇവിടെ നിൽക്കുന്നുവോ അതവന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ബലമാണ്. ഉമ്മ മരിച്ചതിന് ശേഷം മൂസാ നബി തൂര് സീനാ പർവ്വതത്തിൽ കയറി കാല് തട്ടി വീഴാൻ പോയി. ഒരശരീരി കേട്ടു മൂസ ടൂട്ടിച്ച് നടക്കും മൂസ, ഇതേവരെ ആപത്തിൽ നിന്ന് നിന്നെ തടഞ്ഞ ഉമ്മാന്റെ ദുആഇന് ഇല്ല മൂസ. ഉമ്മ മരിച്ചുപോയി, ഉമ്മാടെ ദുആഇനാണ് ആപത്തൊഴിവായത്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ പെണ്ണുങ്ങൾ വഴിതെറ്റില്ല. സ്കൂളിലേക്ക് പോകുന്ന പൊന്നുമോള് പ്രേമത്തിൽ പെടില്ല. അതിന് നീ എന്ത് ചെയ്യണം? ഉമ്മ നിസ്കാരപ്പായലിരുന്നിട്ട് സ്കൂളിൽ പോയ മോള് തിരിച്ചു വരുന്നത് വരെ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെടുത്തേ എത്തൂ. അതേ പറഞ്ഞെടുത്തേ എത്തൂ. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട് മക്ബറയാക്കരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ പെൺമക്കളെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോ നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളൊരു ദുആ ചെയ്യിപ്പിച്ചിട്ടേ പറഞ്ഞു വിടാവൂ. എന്നാൽ അവള് വേറൊരുത്തന്റെ കൂടെ പോവില്ല. ഏത് ചെറുപ്പക്കാരൻ കണ്ണടിച്ചാലും വീടില്ല. ഉമ്മ ഇറങ്ങാൻ നേരത്ത് പെൺമക്കളെ ഒരു ദുആ ചെയ്യിപ്പിക്കണം. ഇന്നത്തെ ലോകത്ത് ആ ദുആടെ അർത്ഥം അറിഞ്ഞാൽ ഞെട്ടിപ്പോകും, അത്ര ഫിറ്റാണത്. ഏതാണ് ആ ദുആ? ഏതാ ദുആ? പാറമനുഷ്യന്മാരെ +2 മോളെ പഠിപ്പിക്കാൻ ഇറക്കി വിടുകയാണ്. മോളെ ഹോസ്റ്റലിലേക്ക് വിടുകയാണ്. ദുആ ചെയ്യിപ്പിച്ചിട്ട് വിടണേ. ഇത് മുയിലിയാർക്ക് കൈമടക്കിട്ടാനുള്ള ദുആ അല്ല, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ് ആ ദുആ? പിന്നെ പോയില്ലല്ലോ, അത്ഭുതമുള്ളൂ. ഏതാണ് ആ ദുആ? മോൾ ഇറങ്ങി പോവുകയാണ് സ്കൂളിലേക്ക്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല അൻ നസില്ല ഔ ഉസല്ല അൻ നളിമ ഔ ഉളലമ അൻ നജ്ഹല ഔ യുജ്ഹലു അലയ്യ. അല്ലാഹുവേ, പ്രായപൂർത്തിയായ എന്റെ സുന്ദരിയായ മോൾ കോളേജിലേക്ക് പോവുകയാണ്. വഴിയരികിൽ അവളെ വഴി പിഴപ്പിക്കാൻ ആളുകളുണ്ട്. റബ്ബേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. അന്നളില്ല ഔ ഉളല്ല, അന്നളില്ല എന്റെ മോള് വഴി പിഴക്കുന്നതിൽ നിന്ന്, ഔ ഉളല്ല അവളെ വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അന്നസില്ല അവളുടെ കാല് വഴുതി വീഴുന്നതിൽ നിന്ന്, ഔ ഉസല്ല അവള് കാല് വഴുതി മറ്റൊരാളുടെ വലയിൽ വീഴുന്നതിൽ നിന്ന്, അന്നജ്ഹല അറിവില്ലാതെ അവള് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു അല്ലാ എന്നീ ദുആ പെൺമക്കളെ പറഞ്ഞിട്ട് നീ പറഞ്ഞു വിടണം. ആ മോള് പുസ്തക സഞ്ചിയും തൂക്കി കാട്ടാളന്മാരുടെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ പൊന്നുമോള് കണ്ണിൽ നിന്ന് മായുമ്പോ ഉമ്മ വീടിന്റെ വാതിലി പിടിച്ചിട്ട് നീ പറയണേ, അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചവനെ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കല്ലാതെ മറ്റൊരു ശക്തിയില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് മക്കളെ വിടാവൂ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വീടുകളിലെ ദിക്റുകളിലും ദുആകളും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.